ഞങ്ങൾ കൈയും കെട്ടിരിക്കാൻ ധരിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, വളരെ നല്ല മാന്യന്മാരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ സ്ഥാനങ്ങളൊക്കെ വന്നവരാ. ഒരു ഘട്ടം കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് ധരിക്കരുത്. ഒരു സ്ത്രീയെ ആക്രമിക്കുക, അവരുടെ വീട് കയറി ആക്രമിക്കുക, അവരുടെ ഓഫീസ് കയറി ആക്രമിക്കുക, അവർ വരുന്ന വഴിക്ക് ആക്രമിക്കുക. ഇന്നലെ അവർക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായി. കൊട്ടാരക്കര ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. ബഹുമാന്യ ധനകാര്യമന്ത്രി കാണാൻ ചെന്നു. ഞാനിതൊക്കെ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ സംഭവിക്കാമെന്നോ? 10-20 പേര് നിൽക്കുകയാണ് ആ സ്ത്രീയെ ആക്രമിക്കാൻ, ഒരു മന്ത്രിയെ ആക്രമിക്കാൻ. അവർക്ക് രക്തസമ്മർദ്ദം കൂടി. എല്ലാ കുറ്റങ്ങളും ആ സ്ത്രീയുടെ തലയിൽ കെട്ടിവെക്കുക, ഒരു മന്ത്രി തലയിൽ കെട്ടിവെക്കുക. അവരെന്ത് തെറ്റ് ചെയ്തു? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് കുഴപ്പമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാം, പ്രതിഷേധിക്കാം. ഇത് പേഴ്സണലായി ആക്രമിക്കുകയാണ്. വീണ ജോർജിനെ തകർക്കണം, പത്തനംതിട്ട ആരെങ്കിലും കോൺഗ്രസ് ജയിപ്പിക്കണം. നടക്കില്ല. ഞങ്ങളുടെ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുത്ത് കേരളത്തിലെ CPM ഉണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും വേണം. വീണ ജോർജിനെ മാത്രമല്ല റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത്, പ്രതിപക്ഷ നേതാക്കന്മാർ റോഡിൽ കൂടെ സഞ്ചരിക്കും എന്നുള്ള നല്ല ധാരണയും പോകും എല്ലാവർക്കും ഉണ്ടെന്ന് ഇപ്പം ഞാൻ അത്ര പറയുന്നു. ഈ പറയുന്ന നേതാക്കന്മാർ റോഡിൽ കൂടെ സഞ്ചരിക്കും. അതിനെ എവരേക്കാൾ കൂടുതൽ കരുത്തുള്ള പാർട്ടിയും പ്രസ്ഥാനവും കേരളത്തിൽ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് ഞങ്ങളുടെ ദൗർബല്യമായിട്ട് കാണും. അതാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്.